ഓക്കെ, അപ്പോൾ അഷിക കുട്ടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് നമ്മളെ NCERT എക്സാമ്പിൾ എന്ന് തോന്നുന്നല്ലേ. ഫൈൻഡ് ആർ ഇഫ് 5 × 4PR = 6 × 5PR-1. ഈ 6 കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാം 6 കാണുന്നുണ്ട്. ഈ 6നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കീ കോൺസെപ്റ്റ് നോക്കാമല്ലോ. എന്താണ് NPR = ഡെഫിനേഷൻ പ്രകാരം n⁴ / n−r⁴. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ LHS RHS എന്ന് വേണം നമുക്ക് ചെയ്യാം. 5 × ഈ 4PR ഇതിപ്പോൾ NPR അല്ല, ഇങ്ങനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? n⁴, അതായത് 4 എന്താണ് n−r, അതായത് 4 - r⁴ = 6 × ഈ 5PR-1 അപ്പോൾ 5 n⁴ ഡിവൈഡഡ് ബൈ എന്താണ് 5 എന്താണ് r-1 അപ്പോൾ എന്താ ഈ 5 എന്നുള്ളത് n ആണ്. അതേപോലെ ഈ പറഞ്ഞ എന്താണ് ഈ ഒരു -r-1 അല്ലേ. അപ്പോൾ r സ്ഥാനത്ത് r-1 അല്ലേ. അപ്പോൾ -r എഴുതുന്ന സമയത്ത് ഇവിടെ r-1 എന്ന് എഴുതണം. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. 5 × 4 ഡിവൈഡഡ് ബൈ 4 - r ഡിവൈഡ് ബൈ = 6 × 5 ഡിവൈഡ് ബൈ ഇത് നോക്കി നോക്ക്. ഈ മൈനസ് ഇനിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 5 എന്താണ് -r -r -1 അല്ല -1 +1. അപ്പോൾ ഇതിപ്പോൾ എന്താണ് 5 - r +1 ഇതിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ഇവിടെ ഈ സ്റ്റെപ്പിൽ എത്തി നിന്നിട്ട് ഇവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ n⁴ നമുക്ക് മാറ്റിയിട്ട് എന്താണ് ഈ പറഞ്ഞ n-1 × ഇതിന് എക്സ്പാൻഷൻ എങ്ങനെയാണ് n-1 × n-2 × n-3 ... 3 × 2 × 1 ഇങ്ങനെയാണല്ലോ ചെയ്യുക. ഇത് ആക്ച്വലി ഇവിടെ ഇന്നത് ചെയ്യേണ്ടതുണ്ട്. ഇതിനങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആൻസറിലേക്ക് ആവും. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. 5 × 4 ഡിവൈഡഡ് ബൈ 4 - r⁴ = 6 × 5 ഡിവൈഡഡ് ബൈ ഈ 5 - r + 1 5 - r +1ൻ്റെ ഫാക്ടോറിയൽ എടുക്കുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 5 - r +1. അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഓക്കെ n-1 അല്ലല്ലോ. ഓക്കെ ഇവിടെ എന്തുണ്ട് n × n-1ൻ്റെ ഓക്കെ ആദ്യം n എഴുതണം, പിന്നെ n-1 പിന്നെ × n-2. അപ്പോൾ എന്നോട് അത് വിട്ടുപോയി. അപ്പോൾ ഈ n എഴുതി. അടുത്ത എന്താ വേണ്ടത്? n കഴിഞ്ഞിട്ട് ഇനി n-1 വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഈ n എന്ന് പറയുന്നത് ഈ 5 - r +1 അല്ല, 5 - r +1. പിന്നെ എന്തുണ്ട് ഇവിടെ ഒരു -1 ഉണ്ട്. ആ -1 അപ്പോൾ ഈ പറഞ്ഞ വേറെ കളർ കാണിക്കുക. ഈ 1ഉം -1ഉം ക്യാൻസലായിപ്പോയി. അതേപോലെ ഇനി എന്താ വേണ്ടത്? അടുത്ത ടേം n-2 ഇതും കൂടി എഴുതിയാൽ മതി. ഇവിടത്തേക്ക് ആൻസർ ശരിയാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ n-ൻ്റെ സ്ഥാനത്ത് ഈ 5 - r എന്താ +1 ഇത് n-ൻ്റെ ടേം. പിന്നെ എന്തുണ്ട് ഇവിടെ ഒരു -2 ഉണ്ട്. അപ്പോൾ -2. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഈ 1 - 2 എത്ര വരും? -1 വരും. അപ്പോൾ എന്താ 5 - r -1. ഇനി എന്ത് ചെയ്യുക, നമ്മൾ എവിടെയാണ് നിർത്തുന്നത്? ഇനി നമ്മളിപ്പോൾ n-3 n-2 നിർത്തിയെങ്കിൽ അതിനെ ഫാക്ടോറിയൽ ഇട്ട് കൊടുക്കുക. n-3 എടുത്തെങ്കിൽ അവിടെ ഫാക്ടോറിയൽ ഇട്ട് കൊടുക്കുക. എവിടെയാണോ ഇനി നമ്മൾ ചെന്ന് നിർത്തുന്നത് അവിടെ ഒരു ഫാക്ടോറിയൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഫാക്ടോറിയൽ നിർത്തി. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ 5 - r +1 × അതിനെ എക്സ്പാൻഡ് ചെയ്തതാണ്. അപ്പോൾ 5 ഇവിടെ ഇപ്പോൾ ഈ 1ഉം 1ഉം ക്യാൻസൽ ആയാലും 5 - r ബാക്കി × ഇവിടെ എന്താ ബാക്കിയുള്ളത്? 5 - r -1 1 - 2 -1. അപ്പോൾ 5 - r -1 ഫാക്ടോറിയൽ. ഒരു മിനിറ്റ്, ഇതെന്താണ്? ഇത് കട്ടിങ്സ് ഫിറ്റിങ്സ് ചെയ്യുന്നതിൻ്റെ പകരം എന്ത് ചെയ്യുക, അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. 5 × 4 ഡിവൈഡഡ് ബൈ 4 - r × 4 - r = 6 × ഒരു കാര്യം ചെയ്യില്ല. ഈ 5 ഇങ്ങനെ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? n × n-1 അപ്പോൾ 5 × 4 ഞാനപ്പോൾ അങ്ങനെ എന്തിനായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? കാരണം ഇവിടെ 4 ഇവിടെ 4 കാണുന്നുണ്ട്. അപ്പോൾ നേരെ ഒന്നും നോക്കണ്ട, പോവും, ക്യാൻസൽ. ഇനി എന്ത് ചെയ്യുക, ഇതൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഈ കോൺസ്റ്റൻറ്റ് ടേംസിലെല്ലാം ഒരുമിച്ച് ആഡ് ചെയ്ത് ഇതെന്താ 5 + 1 അപ്പോൾ 6 ഇവിടുന്നുണ്ട്. ഒരു -r ഉണ്ട്, -r. അതേപോലെ ഇവിടെ എന്താ ഉള്ളത്? ഈ പറഞ്ഞ എന്നാലോചിച്ച് നോക്ക്. ഇവിടെ എന്തുണ്ട്? 5 - r ഉണ്ട്. ഓക്കെ, സമ്മതിച്ച്. ഇവിടെ എന്താ 5 പിന്നെ എന്തുണ്ട്? കോൺസ്റ്റൻറ്റ് ടേം -ഉണ്ട്. അപ്പോൾ 5 - 1 5 1 കുറച്ച് കഴിഞ്ഞാൽ 4 4 പിന്നെ എന്തുണ്ട്? ഒരു -r പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി എന്താ കണ്ട?
4 - r⁴ ബും പോയി. അത്രയേ ഉള്ളൂ, എൻ്റെ ഒരു സ്റ്റോറി. അത് അവിടെയാണ്, ആ സ്റ്റെപ്പ് ആയിരിക്കും കാട് മനസ്സിലാവാൻ തന്നിട്ടുണ്ടാവുക. ഇനി എന്ത് ചെയ്യുക, അപ്പോൾ ഇതെന്തായാലും കട്ടായി. ഇപ്പോൾ 5 = 6 × 5 അല്ലെ, 6 × 5 നമുക്ക് വേണ്ടിക്ക് 30 എന്ന് എഴുതാം. 30 ഡിവൈഡഡ് ബൈ എന്താണ് 6 - r ഡിവൈഡ് അല്ല 6 - r × 5 - r. ഇതിനി എന്ന് ചെയ്യുക, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 6 - r × 5 - r, ഈ 5ന് താഴെ പോട്ടെ, അല്ല താഴെ എന്നല്ല ഇവിടെ പോട്ടെ, = 30 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഈ 30യും 5ൽ എത്ര ടൈംസ്? 6 ടൈംസ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മളിത് എന്ത് ചെയ്യുക, നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ 6 × 5 30, 6 × -r -6r, ഇനി -r × 5 -5r, -r × -r പ്ലസ് r² = 6. ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനോ. ഇതിന് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതെന്താ ചെയ്യുക, -6 ചക്ക -5 ചക്ക -11 ചക്ക, ഈ -6 ഇപ്പുറത്ത് തരട്ടെ. അപ്പോൾ ഈ 30 - 6 എന്നുള്ളത് -24 വരും അല്ലേ. അപ്പോൾ +24 r² -11r + 24 = 0. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ഫാക്ടേഴ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതാം, അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ എന്താണ് ആഡ് ചെയ്യുന്ന സമയത്ത് -11 കിട്ടണോ, രണ്ട് നമ്പേഴ്സ് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 24 കിട്ടും. അതേപോലെ നമ്പേഴ്സ് -8 -3 ചെയ്താൽ പറ്റുക. -8 + -3 എത്രയാണ്? -11. -8 × -3, അപ്പോൾ മൈനസ് ക്യാൻസൽ ആയി +24 വരും. അപ്പോൾ r - 8 × r - 3 = 0. ഒന്നിക്കൽ r - 8 = 0, അല്ല r - 3 = 0. ഇതിന്ന് r = 8, ഇതിന്ന് r = 3. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്ക്, ഇതിൽ അത് രണ്ട് ആൻസർ ഉണ്ട്, ഇതിൽ ഏതെങ്കിലും സ്വീകരിക്കുക? ഇതാണ് നമ്മൾ സ്വീകരിക്കുക. എന്തുകൊണ്ടാണ്? r = 8 പറ്റൂല. കാരണം എന്താ, NP/r such that n > or = r, അല്ലെങ്കിൽ r < or = n. ഇതിപ്പോൾ ഇവിടെ 8 ഇട്ടോടത്തിൽ എന്താ സ്ഥിതി? 4p8 എന്ന് വരും. അപ്പോൾ 4p8 വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ഈ r > n വരും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യൂല. അപ്പോൾ എന്താ, ഇവിടെയും 8 - 1, അപ്പോൾ 5p7 എന്ന് വരും. അവിടെ 8 - 1 7, അപ്പോൾ 5p7. ഇതും തെറ്റിപ്പോവും. ഇതിപ്പോൾ ഈ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഇതതിൻ്റെ സ്ഥിതി. അതുകൊണ്ട് എന്താണ്, n > or = r. അപ്പോൾ എന്താ, പക്ഷേ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സ്ഥിതി, അപ്പോൾ 4p2 എന്നും വരും. അതേപോലെ ഇവിടെ 5p4 - 1 അല്ല, അപ്പോൾ 5p3 വരും. അപ്പോൾ ഇത് അക്സെപ്റ്റബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് സെലക്ട് ചെയ്ത് r = 3. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ടിപ്പിക്കലായിട്ട് എക്സാമിനെല്ലാം പൊതുവെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്.